എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പതിവ് പോലെ തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. ഭഗവാനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ പൂജാമുറിയിലോട്ട് എത്തി. ഭഗവാന് മഞ്ഞക്കോടി സമർപ്പണമാണ് ഞാൻ നടത്തുന്നത്. എല്ലാവർക്കും ഞാനിന്ന് മഞ്ഞക്കോടി ചാർത്തിയിട്ടുണ്ട്. നിറയെ പൂക്കളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തിരുവോണ ദിവസമല്ലേ, അപ്പം എല്ലാവർക്കും കുറച്ച് കൂടുതൽ പൂക്കൾ കൊടുക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഭഗവാന് ഞാൻ വിളക്ക് കൊളുത്തിയായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഞാൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണനും ഗണപതി ഭഗവാനും എല്ലാം ഞാൻ പതിവ് പോലെ വിളക്ക് കൊളുത്തുന്നതാണ്. അതുപോലെ ഇന്നും അവർക്ക് എല്ലാവർക്കും ഞാൻ വിളക്ക് കൊളുത്തി, സാമ്പ്രാണി കത്തിച്ചു. അതിൻ്റെ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ധൂപിൻ്റെ മണം പ്രത്യേക ഇഷ്ടമാണ്. ആരതി കൊടുത്തു ഭഗവാന്. എല്ലാവർക്കും ഞാൻ ആരതി സമർപ്പണം ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തു. എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഭഗവാനോട് പങ്കുവയ്ക്കുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ് പൂജാമുറി. അവിടുന്ന് ഞാൻ ചിരാഗ് കത്തിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ തുളസിത്തറയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം രാവിലെ പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എത്രയും വേഗം പൂക്കളം ഇട്ടിട്ട് വേണം എനിക്ക് അമ്പലത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ പറഞ്ഞതുപോലെ നന്നായിട്ട് തന്നെ പൂക്കളം വന്നു. ത്രിമൂർത്തി ക്ഷേത്രത്തിലോട്ട് വന്നു. ആദ്യം ബ്രഹ്മാവിനെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു കൃഷ്ണക്ഷേത്രമുണ്ട്. അവിടെ വന്നിട്ട് ഭഗവാന് കൃഷ്ണനെ കണ്ട് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അമ്പലക്കുളം വളരെ ഭംഗിയാണ് അവിടുത്തെ. അത് കഴിഞ്ഞ് നേരെ നടന്ന് ഞാനും മോളും കൂടി വരുന്നത് വിഷ്ണുവിനെ തൊഴാനാണ്. വിഷ്ണു ഭഗവാനെ തൊഴുതതിന് ശേഷം അവിടുന്ന് നേരെ പരമശിവൻ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും കൂടെയുണ്ട്. ഭഗവാനെ തൊഴാനായിട്ടാണ് അതിനകത്തോട്ട് ഞാൻ കയറുന്നത്. ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രത്യേക രീതിയുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരര് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം വീണ്ടും പത്മനാഭസ്വാമിയുടെ നടയിലാണ് ഞാനും മോളും കൂടി വന്നത്. അവിടെ വന്ന് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് അറിയിച്ചു. ജലശിവന്റെ അമ്പലമാണ് ഈ കാണുന്നത് കേട്ടോ. വലിയ ശക്തിയുള്ളൊരു അമ്പലമാണ്. അതുവഴി നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പൂക്കളെല്ലാം ഇങ്ങനെ കുറേ പൂക്കള്. ഇന്ന് എല്ലാവരുടെ കയ്യിലും നിറയെ മുല്ലപ്പൂക്കളാണ് കണ്ടത് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ. അമ്പലത്തിന്റെ നടയിൽ വന്നിട്ട് ഈ പൂക്കളം, വലിയ പൂക്കളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് വന്ന് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും വന്ന് ഭഗവാന്റെ പൂക്കളം കാണണമെന്ന് വിചാരിച്ചു. അത് നടന്നു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മോൾക്ക് കുറച്ച് പർച്ചേസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് വളയും ഒക്കെയാണ് നോക്കിയെടുത്തത്. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോൾ തകൃതിയിൽ വീണ്ടും അടുത്ത പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ കുക്കിങ്ങിലോട്ടാണ് കടന്നത്. എത്രയും വേഗം ജോലി ഒതുക്കുക എന്നുള്ളതാണ്. കാരണം സമയം കുറച്ചധികം ആയായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. ഇന്നത്തെ ദിവസം പുറത്തുനിന്ന് മേടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ സദ്യയും കാര്യങ്ങളും എല്ലാം രാവിലത്തെ കാപ്പി ഞാൻ തന്നെയാണ് ചെയ്തത്.